Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ വാർഡ് ആയിരുന്നു അല്ലെ സ്റ്റാർട്ട് ചെയ്തത്? അതെ അതെ. എവിടെ വരെ എടുത്തത് ഹോസ്പിറ്റൽ വാർഡ്? മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് വരെ എടുത്തു അല്ലെ? ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡ് എന്താണ്? ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ വാർഡ് എന്താണ്? എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ്? സിമിലർ ട്രീറ്റ്മെന്റ് റൂം ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ റൂമാണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വേണ്ട പേഷ്യൻസിനെ സ്റ്റേ ചെയ്യുന്ന അഡ്മിറ്റ് ആക്കുന്ന ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്ത് അഡ്മിറ്റ് ആക്കുന്ന ഒരു സ്പെഷ്യൽ റൂമാണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ഹോസ്പിറ്റൽ വാർഡില് ആ പേഷ്യൻസ് എത്ര ദിവസം ആ വാർഡ് സ്റ്റേ ചെയ്യണം, ലോങ് ടേം ആയിട്ട് സ്റ്റേ ചെയ്യണോ ഷോർട്ട് ടേം ആയിട്ട് സ്റ്റേ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? എന്തിന്റെ ബേസിസിലാണ്? കണ്ടീഷൻ. അവരുടെ സിവിയറിറ്റി ഓഫ് കണ്ടീഷൻ അല്ലെ, അവരുടെ രോഗാവസ്ഥയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചാണ് എത്ര ദിവസം അവർ ആ ഒരു വാർഡിൽ താമസിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡുകൾ പറഞ്ഞു, ഒരു 6 പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വാർഡിന്റെ കോൺസ്റ്റന്റ് ഓഫ് വാർഡ് സ്പേസ് അല്ലെ, വാർഡിലുള്ള സ്പേസുകൾ 3 വാർഡിലുള്ള സ്പേസിനെ തിരിച്ചിട്ടുണ്ട്. പേഷ്യൻസിന്റെ സ്പേസ്, നഴ്സിംഗ് സ്പേസ്, പിന്നെ ഏതായിരുന്നു കോറിഡോർസ് അല്ലെ, കോറിഡോർസ്. ഇനി ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് വാർഡ്? എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എത്രയായിട്ടാ ടൈപ്സ് ഓഫ് വാർഡ്? ജനറൽ വാർഡ്. ഏതൊക്കെയായിരുന്നു? ജനറൽ വാർഡ്, ജനറൽ വാർഡ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡ് അല്ലെ. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾക്ക് ഒരു 2 എക്സാമ്പിൾ പറഞ്ഞേ. ജനറൽ വാർഡ്, ഓങ്കോളജി. ഓങ്കോളജി വാർഡ്, മെറ്റേണിറ്റി വാർഡ്, പിന്നെ ഒരുപാട് പഠിച്ചാൽ നമ്മൾ നെഫ്രോളജി വാർഡ് പഠിച്ചു, കാർഡിയോളജി വാർഡ് പഠിച്ചു, ന്യൂറോളജി, ഒഫ്താൽമോളജി. ഇത് കൂടാതെയും ഒത്തിരി ഉണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അത് ഏത് ഭാഗത്ത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് വരുന്നതെന്ന് അറിയാലോ. നെക്സ്റ്റ് നമ്മൾ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് ആണ് പറഞ്ഞത് അല്ലെ. അതിൽ ക്ലിനിക്കൽ ഏരിയയിൽ ഏതൊക്കെ ഏരിയ വരും? ക്ലിനിക്കൽ ഏരിയ പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ അല്ലെ. ഇനി ഓക്സിലറി ഏരിയയിൽ ഏതൊക്കെ വരും? ഓക്സിലറി ഏരിയ, ഡോക്ടേഴ്സ് റൂം, ഡോക്ടേഴ്സ് റൂം. Then ancillary ഏരിയയിലോ? പാൻട്രി, ഡേ റൂം, then trolley bay അല്ലെ, trolley bayയുടെ ഏരിയ. നെക്സ്റ്റ് സാനിറ്ററി ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ വരിക? ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഒരു വാർഡ് ശരിയായി മാനേജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ഇനി വരുന്നതൊക്കെ കുറച്ച് പോയിന്റ് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതുക. ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കണ്ട, ജസ്റ്റ് അത് ഓരോ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം ഇനി ഓരോ ഡ്യൂട്ടികളൊക്കെയാണ് കൂടുതലും വരുന്നത്. അതിലും പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു എന്താണ് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും വായിക്കുന്ന പോയിന്റ്സ് വെച്ച് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് 1, 2, 3 പ്രാവശ്യം അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വിടുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റിലാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഫോളോ പോളിസീസ് ആൻഡ്
പ്രോട്ടോകോൾസ്. ഹോസ്പിറ്റൽ വാർഡുകൾ അല്ലെ, ഇപ്പൊ നമുക്ക് ഓരോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹോസ്പിറ്റലിൽ നൽകിയിരിക്കുന്ന കുറെ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ, പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവിടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. എങ്ങനെ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, ശരിയായ ആ വാർഡിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നടക്കണമെങ്കിൽ ആ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് പാലിക്കണം. അപ്പൊ അത് കഴിഞ്ഞ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അവിടെ ആ വാർഡുമായി ബന്ധപ്പെട്ട പോളിസികൾ, നടപടിക്രമങ്ങളും നയങ്ങളും എല്ലാം കൃത്യമായിട്ട് പാലിക്കുക. നെക്സ്റ്റ് പോയിന്റ്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. ഈ വാർഡില് ഓരോരുത്തർക്കും നമ്മൾ ഡ്യൂട്ടി കൊടുക്കുമ്പോൾ, ഇപ്പൊ സ്റ്റാഫ്, ഒത്തിരി സ്റ്റാഫ് ഉണ്ടല്ലോ, ഇപ്പൊ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള നഴ്സസ് ഉണ്ട്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അല്ലാതെയുള്ള സ്റ്റാഫുകളുണ്ട്. അപ്പൊ അവരെല്ലാവരും അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്തൊക്കെയാണ്, ആ വാർഡുമായി ബന്ധപ്പെട്ട് അവര് നിർവഹിക്കേണ്ടതായിട്ടുള്ള ചുമതലകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഉത്തമമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഇതാണ് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. വാർഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും അതിന്റെ എല്ലാ ചുമതലകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത്, എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദിവസവും വാർഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകൾ, ആ വർക്കുകളെ എങ്ങനെയായിരിക്കണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള പ്രോഗ്രാമുകളാക്കി സെറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പൊ വാർഡില് ഓരോ ദിവസത്തെയും വർക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ആക്കി നടപ്പിലാക്കുക. നെക്സ്റ്റ്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് ഓരോ ദിവസത്തെയും ആ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ വാർഡിലോ റൂമുകളിലോ ഒക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, 1-2 ദിവസമൊക്കെ നമുക്ക് താമസിക്കേണ്ടതായിട്ട് വരാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ്, നമ്മളൊരു രാവിലെയൊക്കെ നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് മെഡിസിൻ തരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ ആ ഒരു പേഷ്യന്റിനെ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ടോ? ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അവർ ഓൾറെഡി വന്ന് എന്ത് ചെയ്യും, നമുക്ക് ആ പേഷ്യന്റിനെ വന്ന് വിളിച്ചെണീപ്പിച്ച് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർ തുടങ്ങാറില്ലേ? അവർ കൃത്യമായ സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മുടെ ആ ഒരു അസൗകര്യ കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ വാർഡുമായി ബന്ധപ്പെട്ട് കൃത്യസമയത്ത് എന്ത് ചെയ്യുക, അവരുടെ ജോലി, ആ വാർഡുമായി ബന്ധപ്പെട്ട വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, പ്രിവെന്റിങ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൊട്ടീൻ. വാർഡിലുള്ള ഓരോ ദിനചര്യകൾ, ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടേതായ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ദിനചര്യയുണ്ട് അല്ലെ. രാവിലെ എണീക്കുന്നു, നമ്മള് എന്താണ് ബ്രഷ് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ ദിനചര്യ ഉണ്ടാവുക. അതുപോലെ തന്നെ വാർഡിനും അതേ രീതിയിലുള്ള ദിനചര്യകൾ അല്ലെങ്കിൽ റൊട്ടീൻസ് ഉണ്ട്. അപ്പൊ വാർഡിലും ഓരോരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്ന ആ രാത്രിയാവുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് ഓരോ കാര്യങ്ങളും ഓരോ രീതിയിൽ ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടാൽ അതിനെയൊക്കെ ഒഴിവാക്കുക. ഇപ്പോ നഴ്സസ് ഏതെങ്കിലും ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും നഴ്സസ് ലീവായി വരികയാണെങ്കിലോ, അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയത്തിൽ വ്യത്യാസം വരികയാണെങ്കിലോ, വരാതിരിക്കുകയാണെങ്കിലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു വാർഡിന്റെ റൊട്ടീൻസിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ആ ഒരു ദിനചര്യയിൽ വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വരികയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. നെക്സ്റ്റ്, use of democratic methods in the establishment of ward policy. ഇപ്പൊ വാർഡിലുള്ള ഓരോ കാര്യങ്ങളും വാർഡിന്റെ ആ ഒരു പോളിസി അനുസരിച്ച് പോളിസിയൊക്കെ സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ ഡെമോക്രാറ്റിക് മെത്തേഡ്, അതായത് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് ഇപ്പൊ ഒരു വ്യക്തി, അതായത് ഹെഡായിട്ടിരിക്കുന്ന ആള് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒബേ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള അങ്ങോട്ടൊന്നും പറയാതെ അവർ പറയുന്ന കാര്യം മാത്രം ഫോളോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും എല്ലാം ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് അതിനനുസരിച്ചുള്ള വാർഡ് പോളിസി കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുക. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്.
പുതിയ ജീവനക്കാര് ആ വാർഡുമായി ബന്ധപ്പെട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവരെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ പരിഷ്കരണം, അവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പുതിയൊരു ജീവനക്കാര് വരുമ്പോ അവരുടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. ആ ഒരു ഡ്യൂട്ടി കാര്യങ്ങളില് എല്ലാവർക്കും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ പരിഷ്കരണങ്ങൾ നടത്തുക. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവിയോൺമെന്റ്. അവിടെയുള്ള ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് ആ വാർഡുമായി ബന്ധപ്പെട്ട് നടക്കാനായിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആവശ്യമാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെയാണോ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ഡോക്ടറിന്റെയും നഴ്സിന്റെയും ഒക്കെ ഓർഡേഴ്സ് അതെങ്ങനെയാണ്, അവർ നിർദ്ദേശങ്ങൾ. ഇപ്പൊ ഒരു പേഷ്യന്റിന് നമ്മൾ റൗണ്ട്സിന്റെ ഡോക്ടേഴ്സ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പൊ മരുന്നൊക്കെ ഇങ്ങനെ ഇന്ന സമയത്ത് ഇന്ന രീതിയിലൊക്കെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന എക്സസൈസുകളാണ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ ഡോക്ടേഴ്സും അവർക്ക് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കും, നഴ്സിന്റെ ഭാഗത്തു നിന്നും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും അല്ലെ. അപ്പൊ അത് പേഷ്യൻസിന് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫോളോ ചെയ്യാൻ പറ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളാണെങ്കിലും നഴ്സസ് ആ പേഷ്യൻസിന് നൽകുന്ന നിർദ്ദേശങ്ങളാണെങ്കിലും കൃത്യമായിട്ട് അവരെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ഡയഗ്നോസിസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തി എല്ലാ റെക്കോർഡും ഫുൾ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ മൊറൈല്, ഹൈ മൊറൈൽ. മൊറൈൽ നമ്മൾ എവിടെയെങ്കിലും ആ ഒരു വാക്ക് വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, ഫെമിലിയർ ആണോ ആ ഒരു വാക്ക്? മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ, മനോവീര്യം. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും ചാപ്റ്ററില് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡയറ്ററി സർവീസ് പഠിച്ചപ്പോ ഓർമ്മയുണ്ടോ? ഡയറ്ററി സർവീസ് പഠിച്ചപ്പോഴും നമ്മൾ ഇതേപോലെ ഒരു മൊറൈലിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെയും എന്താണ്, മൊറൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ മനോവീര്യം. അപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരെങ്ങനെയുള്ളവരായിരിക്കണം, നല്ല രീതിയിൽ ഉയർന്ന മനോവീര്യം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലെവൽ ഉള്ളവരായിരിക്കണം. അത് അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്താ, ആ ഹോസ്പിറ്റൽ വാർഡിലുള്ള പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവിടെ ഇവരെന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോൺഫിഡൻസ് ലെവലോട് നിന്നുകൊണ്ട് അതിനെ നേരിടാനായിട്ട് ഇവർക്ക് തയ്യാറായിരിക്കണം ഈ ഓരോ സ്റ്റാഫുകളും. അല്ലെങ്കിലോ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലെ. ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും നല്ല കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ നല്ല മനോവീര്യം ഉള്ളവരായിരിക്കണം. അതെപ്പോഴും അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. ആ വാർഡിനുള്ളിലുള്ള സ്റ്റാഫുകൾ തമ്മിലും അതല്ലാതെ വാർഡുമായി സഹകരിച്ചു പോകുന്ന മറ്റുള്ളവരുമായിട്ടും നല്ലൊരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ് പ്രതിനിധി, റെസ്പോൺസിബിലിറ്റി എന്താ, ഉത്തരവാദിത്തം. പ്രതിനിധി ഉത്തരവാദിത്തം, ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് ഓരോ സ്റ്റാഫുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കൊടുക്കുന്ന ഡ്യൂട്ടി അത് കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്, ആ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കൊടുത്തത് ആർക്കാണോ അവരുടെ ചുമതലയാണ് അല്ലെ. അപ്പൊ അതാണ് ഈ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആരാണോ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി, നഴ്സസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്, ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അവർ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്തോടു കൂടി ചെയ്യുക. നെക്സ്റ്റ്, വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. എന്താണ് ഇവിടെ അസൈൻമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താ, ഏൽപ്പിക്കപ്പെട്ട ചുമതല, അതാണ് അസൈൻമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ. അപ്പൊ വെൽ പ്ലാൻഡ് ആയിട്ട്, അതായത് അപ്പൊ ഓരോരുത്തർക്കും
ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കണം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഏർപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടാനായിട്ട്. അപ്പൊ ഓരോരുത്തർക്കും കൊടുക്കുന്ന ചുമതല എങ്ങനെയായിരിക്കണം? ആ സ്റ്റാഫുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചുമതലകളാണ് കൊടുക്കുന്നത്, അല്ലെ? അത് നഴ്സിന്റെ ഡ്യൂട്ടി കൊടുക്കാതെ നഴ്സിന്റെ ഡ്യൂട്ടി കൊണ്ട് ഡോക്ടർക്ക് കൊടുത്ത് ഡോക്ടറുടെ ഡ്യൂട്ടി കൊണ്ട് നഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്താണ് കൺഫ്യൂഷനും കാര്യങ്ങളും ആയി, അല്ലെ? അപ്പൊ അവിടെ എപ്പോഴും അവരുടേതായ ആ സ്റ്റാഫുകളുടേതായ കേപ്പബിലിറ്റി അനുസരിച്ച് ഓരോരുത്തർക്കും വളരെ ആസൂത്രിതമായിട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ എന്താണ് ചുമതലകൾ ഏൽപ്പിക്കുക. നെക്സ്റ്റ്, വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. അവിടെയുള്ള ജോലിക്കാർക്ക് വേണ്ടിയിട്ട് സമയം എന്ത് ചെയ്യുക? നിശ്ചയിക്കുക. അപ്പൊ അവിടുത്തെ അങ്ങനെയാണ് ഷിഫ്റ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളും, അല്ലെ? ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, അതിനുശേഷം ഷിഫ്റ്റ് ഡ്യൂട്ടി, അടുത്ത ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ള രീതിയിൽ അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എപ്പോഴാണ് വിസിറ്റ് ചെയ്യാൻ വരേണ്ടത്? ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ലാസ്റ്റ് വരുന്നതാണ് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. അവിടെ വരുന്ന ട്രെയിനിങ്സിന് വരുന്നതായിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്? ഗുഡ് വാർഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഓടിച്ചിട്ട് പറയാം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ആ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസിയും പ്രോട്ടോകോൾസും ഒക്കെ കൃത്യമായ രീതിയിൽ പാലിക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഓരോ പേഷ്യൻസിനും, അപ്പൊ അവർക്ക് വാർഡിലുള്ള പേഷ്യൻസ് അവരെ എങ്ങനെയാണ് അവരെ നോക്കേണ്ടത്, അവർക്ക് എന്തൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ പരിചരണങ്ങൾ കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഡ്യൂട്ടിയെ കുറിച്ച്, അതിന്റെ ആ ചുമതലയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ആ ഓരോ സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കണം. തേർഡ് പോയിന്റ് പറഞ്ഞ എന്താ? ആ വാർഡുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്ത് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. കൃത്യസമയത്ത് ഓരോ ദിവസത്തെയും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. വാർഡിലെ ഓരോ ദിനചര്യകൾ സ്ഥാപിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങൾ വരികയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. നെക്സ്റ്റ്, ഓറിയന്റേഷൻ ഓഫ്, എന്താണ് നെക്സ്റ്റ് പറഞ്ഞത്? യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. ആ വാർഡ് പോളിസി, വാർഡിലെ നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ സ്ഥാപിക്കുന്ന സമയത്ത് ആ സ്റ്റാഫുകളെ ഡെമോക്രാറ്റിക് മെത്തേഡ് എല്ലാവരെയും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ സ്റ്റാഫുകളെയും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയും കൂടി ഒപ്പീനിയൻസും കാര്യങ്ങളും അറിഞ്ഞ് അവരുടെയും കൂടി മനസ്സിലാക്കി അവരുടെ നിർദ്ദേശങ്ങളും കൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പോളിസിയും കാര്യങ്ങളും ആയിരിക്കണം ആ വാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ഥാപിക്കേണ്ടത്. നെക്സ്റ്റ്, ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയതായിട്ടുള്ള ജീവനക്കാര് ജോലിക്ക് പ്രവേശിക്കാൻ വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ഡ്യൂട്ടീസും കാര്യങ്ങളും, നിലവിലുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ പരിഷ്കരിച്ചുകൊണ്ട് പുതിയതായിട്ട് ഓരോരുത്തർക്കും കൃത്യമായ അളവിൽ ഡ്യൂട്ടീസ് ഒക്കെ എന്ത് ചെയ്യുക? നിർദ്ദേശിച്ചു കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് ഓരോ പേഷ്യൻസിനും ശരിയായ രീതിയിൽ അവർക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, പ്രൊവിഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക്. വാർഡിലെ കാര്യക്ഷമമായിട്ടുള്ള വർക്കുകൾ കാര്യക്ഷമമായി നടക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സിന് ആവശ്യമായി വരാണെങ്കിൽ അത് കൊടുക്കുക. എന്തൊക്കെയാണോ മറ്റു സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്. ഡോക്ടേഴ്സും നഴ്സസും പേഷ്യൻസിന് നൽകുന്ന നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക.
മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ഓൾ അതർ സ്റ്റാഫ്, മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിന് എല്ലാവർക്കും ആ ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും നല്ല മനോവീര്യമുള്ളവർ അല്ലെങ്കിൽ ഹൈ കോൺഫിഡൻസ് ലെവൽ ഉള്ളവരായിട്ട് അത് അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും അതിനെ അവർക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും. Then establishment of good working relationship with the ward and with the other associates. ഈ good working relationship ആരൊക്കെ തമ്മിലാണ്? ആ വാർഡിലുള്ള സ്റ്റാഫുകൾ തമ്മിലും അതുപോലെ തന്നെ വാർഡുമായിട്ട് സഹകരിച്ചു പോകുന്ന മറ്റുള്ളവരുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓരോ ആളുകൾക്കും നിർദ്ദേശിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് എന്താണോ അതിന് ആര് തന്നെയാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? അവര് തന്നെ അതിന്റെ ചുമതല ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൃത്യമായി അത് നടപ്പിലാക്കുക. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. ഓരോ ആളുകൾക്കും ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ വേണം. പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി കഴിവിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽസ്. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ ജോലിയും ഡ്യൂട്ടീസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് രാവിലെ മുതൽ ഇത്ര സമയം വരെ ഒരു ഷിഫ്റ്റ്, അത് കഴിഞ്ഞ അടുത്ത ഷിഫ്റ്റ്, അങ്ങനെയായിരിക്കണം അവരുടെ ഡ്യൂട്ടി കൊടുക്കേണ്ടത്. അതിപ്പോ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ റൗണ്ട്സിന് വരേണ്ട സമയമാണ് എന്ന രീതിയിൽ ഓരോരുത്തർക്കും കൃത്യസമയം അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. ട്രെയിനിങ്സും മറ്റുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക? ടീച്ചിങ് അല്ലെങ്കിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകുക. അതുപോലെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുക. ഓക്കെ ആണോ? ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോയിന്റ്സ് ആണ് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി. വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മുടെ ഈ പോയിന്റ്സ് വൈസ് ആയിട്ടാണ് ചാപ്റ്ററിൽ കൊടുത്തിട്ടിരിക്കുന്നത്. കാരണം ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് കൂടുതലും പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. അപ്പൊ അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, പക്ഷെ അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ അത് നല്ലോണം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതിലേത് പോയിന്റ്സ് വരും, ഇതിലേതാണ് പോയിന്റ്സ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരിയായ രീതി നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി. സെക്രട്ടറിയുടെ അല്ലെങ്കിൽ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, കമ്പൈലിംഗ് ആൻഡ് ക്ലർക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏകദേശം അവരുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളുമാണ്. അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും വെക്കുക, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് അല്ലേ വരുന്നത്. അതുപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ എവിടെയും പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. ഇവിടെ എന്താ പറഞ്ഞത്? കമ്പൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പൈലിംഗ്? സമാഹരിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പേഷ്യൻസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, അതുപോലെ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ, ഇപ്പൊ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കത്തിടപാടുകള്, അവരുടെ റിപ്പോർട്ടുകള്, അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചാർട്ടുകളെല്ലാം കൃത്യമായിട്ട് ശേഖരിക്കുകയും റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, കസ്റ്റമേഴ്സ് നീഡ്സ് അസസ്മെന്റ്. ഓരോ പേഷ്യൻസിനെയും വിലയിരുത്തി അവർക്ക് നൽകുന്ന, അതായത് മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ പേഷ്യൻസ്, കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെയാണ്? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന് നല്ല രീതിയിൽ അവരെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ വിലയിരുത്തി അവർക്ക് ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നല്ല ഗുണമേന്മയുള്ള സേവനങ്ങളാണോ നൽകുന്നത്? ഈ ആ സേവനങ്ങളിൽ അവരെങ്ങനെയായിരിക്കണം? സാറ്റിസ്ഫാക്ഷൻ ആണോ അല്ലെങ്കിൽ സംതൃപ്തരാണോ എന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പൊ അവരുടെ ആ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ പേഷ്യൻസിനെ നല്ല രീതിയിൽ വിലയിരുത്തുക, അവർക്ക് കൊടുക്കുന്ന ആ ഓരോ സേവനങ്ങളും ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്
കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിലാണോ നമുക്ക് സേവനങ്ങൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർ ആ സേവനങ്ങളിൽ അവർ തൃപ്തരാണോ സംതൃപ്തരാണോ എന്നത് കൂടി വിലയിരുത്തുക. നെക്സ്റ്റ്, പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുവർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യൻസ് കെയർ യൂണിറ്റ്. ഇനി എന്താണ്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് സപ്പോർട്ടുകൾ കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെയിൻ്റനൻസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താണ്? അവിടെയുള്ള സ്റ്റാഫുകൾ തമ്മിൽ എന്ത് ചെയ്യുക? നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. നമ്മുടെ വാർഡിൽ എങ്ങനെയായിരിക്കും ട്രാഫിക് എന്ന് പറഞ്ഞാൽ തിരക്ക് അല്ലെ? വാർഡിലെ തിരക്കുകൾ എങ്ങനെയായിരിക്കും വരിക? എന്തൊക്കെ മൂലമാണ് വാർഡിൽ നമുക്ക് തിരക്ക് വരുന്നത്? എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് വാർഡില് എങ്ങനെയായിരിക്കും തിരക്ക്? മിൽക്ക് പ്ലാന്റ് അല്ലെങ്കിൽ വരാം. അതല്ലാതെ നമ്മളിപ്പോ ഒരു വാർഡ് ചെന്ന് കഴിഞ്ഞാല് വാർഡിലേക്ക് ഒത്തിരി ആളുകള് തിരക്കുണ്ടാക്കുകയാണെങ്കിൽ അത് എന്തിന്റെ ഇതിലായിരിക്കും? ഒത്തിരി വിസിറ്റേഴ്സ് വരുമ്പോ അല്ലെ? ഇപ്പൊ വരുന്ന പേഷ്യൻസിനെ ഒത്തിരി പേര് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവിടെ വാർഡിൽ എന്ത് ചെയ്യാം? തിരക്കുകൾ അനുഭവപ്പെടാം അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ വാർഡിലെ ബെഡ് അവൈലബിലിറ്റി ഇല്ല, എന്നാൽ കൂടുതൽ പുതിയ അഡ്മിഷൻസ് വാർഡിലേക്ക് വന്നു, എന്നാൽ അപ്പോ ആ സമയത്തും എന്ത് ചെയ്യാം? വാർഡിൽ തിരക്ക് അനുഭവപ്പെടാലോ. അപ്പൊ അതുപോലെ പുതിയ ന്യൂ അഡ്മിഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിലവിലുള്ള പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്തോ ഒക്കെ വിസിറ്റേഴ്സ് വരുന്ന സമയത്തൊക്കെ എന്താണ്? വാർഡിൽ കുറച്ച് തിരക്ക് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് ആരാണ്? വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്കാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ് ആൻഡ് എൻഷുവർ അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്സ്. എല്ലാ നഴ്സസിനും വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ യൂണിറ്റുകളും വളരെ വൃത്തിയുള്ളതായിരിക്കണം, അങ്ങനെ വൃത്തി ഉണ്ടായിരിക്കണം, അതിന് ക്ലീൻനെസ് ഉണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. Next, maintain and update patient database on computers and notify nursing staff on all diagnoses. പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുക? ആ പേഷ്യന്റ് ഡേറ്റാബേസ് കമ്പ്യൂട്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുകൂടാതെ ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ റിപ്പോർട്ടുകളും എന്ത് ചെയ്യുക? നോട്ടിഫൈ ചെയ്യുക. ആരെ അറിയിക്കണം? പെട്ടെന്ന് തന്നെ നഴ്സിംഗ് സ്റ്റാഫുകളെ അറിയിക്കുക. അപ്പൊ എന്തായിട്ട് പറഞ്ഞത്? ആ പോയിന്റ് എന്താണ്? മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡേറ്റാബേസ് എന്ത് ചെയ്യുക? അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഉടനെ അവർ ആരെ അറിയിക്കണം? നഴ്സിംഗ് സ്റ്റാഫുകളെ നോട്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അറിയിക്കുക. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്സ്. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചാർട്ടുകൾ വിത്ത് ആൻസിലറി റിപ്പോർട്ട്സ്, അനുബന്ധ റിപ്പോർട്ടുകൾ ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന ഈ പേഷ്യൻസിന്റെ ചാർട്ടുമായി ബന്ധപ്പെടുന്ന അനുബന്ധ റിപ്പോർട്ടുകൾ. ഇപ്പൊ നമുക്ക് പേഷ്യൻസിന് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാബുകളിൽ നിന്നും അതിന്റെ റിപ്പോർട്ടുകൾ കിട്ടും അല്ലെ? അതൊരു അനുബന്ധ റിപ്പോർട്ടാണ്. അതുപോലെ നമ്മളിപ്പോ സ്കാനിങ്ങോ എക്സ്റേയോ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു അനുബന്ധ റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള അനുബന്ധ റിപ്പോർട്ടുകൾ പേഷ്യൻസ് ചാർട്ടുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ചാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള അനുബന്ധ റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ റെക്കോർഡുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതെല്ലാം പ്രിപ്പയർ ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യൻസ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ്. എല്ലാ പേഷ്യൻസും അവിടെ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ആൻഡ് സെൻഡ് മെഡിക്കൽ records to MRD after the discharge of patient.
ഇനി ഈ മെഡിക്കൽ ഡിസ്ചാർജ് സമ്മറികൾ അവരുടെ ആ റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതെല്ലാം കൃത്യമായിട്ട് എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യണം. അത് കൂടാതെ ഇനി പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാല് ഈ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ എവിടേക്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്? MRD എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുക? സൂക്ഷിക്കാനായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് MRD എന്ന് പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പൊ നമുക്ക് അവിടെ ഒരു ചാർട്ടും കാര്യങ്ങളും നമുക്കൊരു ഫയലൊക്കെ ക്രിയേറ്റ് ആവും അല്ലെ? നമ്മുടെ പേരിൽ നമുക്കൊരു നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കൊരു യൂണിക് നമ്പറും കാര്യങ്ങളും തരില്ലേ? അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റ് ആയി തിരിച്ചു പോകുന്നവരായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അപ്പൊ അഡ്മിറ്റ് ആയി നമ്മൾ കുറെ കാര്യം നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകും. നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കാർഡ് കൊണ്ടുപോയി നമ്മൾ അവിടെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ റെക്കോർഡും കാര്യങ്ങളും നമ്മുടെ അതേ ആ സെയിം ഫയലും ചാർട്ടും ഒക്കെ നമുക്ക് എടുത്ത് തരാറില്ലേ? എടുത്ത് തരാറില്ലേ? അപ്പൊ നമ്മൾ രണ്ടാമത് ചെല്ലുന്ന സമയത്ത് അത് തന്നെയാണ് അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അത് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യും? സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അങ്ങോട്ട് വെക്കുന്നത് അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പിന്നീട് അവിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ആ ഫയല് നമുക്ക് എന്ത് ചെയ്യാം? റിട്രീവ് ചെയ്തെടുക്കാം, വീണ്ടെടുക്കാനായിട്ട് പറ്റും അല്ലെ? അതിന് വേണ്ടിയിട്ട് അതായത് പിന്നീട് നമ്മളൊരു പേഷ്യന്റ് സെയിം പേഷ്യന്റ് തന്നെ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ച് അപ്പൊ അവർക്ക് പുതിയ ട്രീറ്റ്മെന്റുകൾ എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഡോക്ടർക്ക് മനസ്സിലാകുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെക്കോർഡുകളും കാര്യങ്ങളും ശരിക്കും സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്. ഇവിടെ എന്താ നെക്സ്റ്റ് പറയുന്നത്? അതായത് മെഡിക്കൽ റെക്കോർഡുകൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും റെക്കോർഡുകൾ ഉണ്ട്. ഈ ഫിസിഷ്യൻസ് മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് അവരുടെ അറ്റൻഡൻസ് പോലെയുള്ള അറ്റൻഡൻസിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക റെക്കോർഡുകളും കാര്യങ്ങളും ഇല്ലേ? ഡോക്ടേഴ്സിനാണെങ്കിലും മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ അറ്റൻഡൻസ് പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റെക്കോർഡുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. നെക്സ്റ്റ്, മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. ഇനി ഒരു എമർജൻസി കോളുകൾ ഈ വാർഡുമായി ബന്ധപ്പെട്ട് എമർജൻസി കോളുകൾ വരികയാണെങ്കിൽ അതിനെ നിരീക്ഷിക്കുകയും അതിനെ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുകയും ചെയ്യുക. ഇനി ഇവാക്യുവേറ്റ് ചെയ്യുക എന്നാണ് എലിമിനേറ്റ് ചെയ്യുക. അതായത് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കോളുകൾ വരുന്നുണ്ടെങ്കിൽ അതിനേക്ക് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഒഴിവാക്കുക. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്. അതായത് ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യാൻ വരുമല്ലോ, പേഷ്യൻസിന് റൗണ്ട്സിന് വരാറില്ലേ? അതുപോലെ തന്നെ പേഷ്യൻസ് നമ്മൾ ECG ചെയ്യാറുണ്ട്. ഇനി ചില പേഷ്യൻസിന് എക്കോ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഈ മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാ പറഞ്ഞത്? നമ്മള് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. മെഡിക്കൽ ചാർട്ടുകൾ, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ചാർട്ടുകൾ, അവരുടെ റിപ്പോർട്ടുകൾ, മറ്റു കത്തിടപാടുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശേഖരിക്കുകയും റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? പേഷ്യൻസിനെ ഓരോരുത്തരെയും വിലയിരുത്തി അവർക്ക് കൊടുക്കുന്ന ആ ഒരു സേവനം, ഈ വാർഡിൽ നിന്ന് നൽകുന്ന ഓരോ സേവനങ്ങളും വളരെ സ്റ്റാൻഡേർഡ് ഉള്ളതാണോ, നല്ല ക്വാളിറ്റിയിലുള്ളതാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. അത് കൂടാതെ ഈ സേവനങ്ങളാൽ ആ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, അവർക്ക് സംതൃപ്തരാണോ, ഈ സേവനങ്ങൾ നൽകുന്നതിലെല്ലാം അവർ തൃപ്തരാണോ എന്നുള്ള കാര്യം കൂടി ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? നമ്മുടെ ഹോസ്പിറ്റലിലെ ആ ഹെൽത്ത് കെയർ സ്റ്റാഫ്, ഈ വാർഡുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അത് കൂടാതെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് കെയർ കൊടുക്കുന്ന യൂണിറ്റുകളിലെ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ വരാണെങ്കിൽ അത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് കൂടാതെ ആ
ആ ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാഫിക് അല്ലെങ്കിൽ തിരക്കുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ആര് റെസ്പോൺസിബിൾ ആണ്, ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, പ്രൊവൈഡ് അസിസ്റ്റൻസ് ഓൾ നഴ്സസ്, എല്ലാ നഴ്സുകൾക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ യൂണിറ്റുകളും എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തണം, വളരെ വൃത്തിയുള്ളതായിരുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത്യാവശ്യം ക്ലീനിനെസ് വളരെ വൃത്തിയുള്ളതാണോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. പേഷ്യൻസിന്റെ ആ റെക്കോർഡുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമ്പ്യൂട്ടേഴ്സിലെ ഡേറ്റാബേസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. രോഗനിർണയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഉടനെ അത് നഴ്സിംഗ് സ്റ്റാഫുകളെ അറിയിക്കുക. നെക്സ്റ്റ്, കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇൻഷുർ പ്രോപ്പർ സർവീസസ് ആൻഡ് സപ്ലൈ ഓഫ് യൂണിറ്റ്സ്. ഇനി മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ, ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക. അതുവഴി നമുക്ക് ആ പേഷ്യൻസിന് ശരിയായ രീതിയിലുള്ള സേവനങ്ങൾ ഈ വാർഡ് വഴി കൊടുക്കാൻ പറ്റും. അതുകൂടാതെ എന്തെങ്കിലും ആ നമ്മുടെ ഹോസ്പിറ്റൽ വാർഡിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ സപ്ലൈയും നമുക്ക് ഈ ഒരു നല്ല മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് നല്ല രീതിയിൽ നമുക്ക് നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്. പേഷ്യൻസിനുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് ചാർട്ടുകൾ തയ്യാറാക്കുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന അനുബന്ധ റിപ്പോർട്ടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പേഷ്യൻസ് ചാർട്ടുകൾ തയ്യാറാക്കുക, അത് അപ് ടു ഡേറ്റ് ആയിട്ട് നിലനിർത്തുക. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. എല്ലാ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും ശരിയായ രീതിയിൽ കീപ്പ് ചെയ്യുക. ഇനി ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ MRDയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻസ്. എല്ലാ ഫിസിഷ്യൻസും മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന അവരുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ റെക്കോർഡുകൾ, അവരുടെ അറ്റൻഡൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞ, എമർജൻസി കോളുകളൊക്കെ വരികയാണ്, ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട എമർജൻസി കോളുകൾ വരികയാണെങ്കിൽ അതെല്ലാം അറ്റൻഡ് ചെയ്യുക, അതിന്റെ മോണിറ്ററിംഗ് നിരീക്ഷിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി അല്ലാത്ത കോളുകളോ കാര്യങ്ങളോ വന്നാൽ അത് പരമാവധി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നെക്സ്റ്റ്, പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്. ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് സമയം എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് ഒരു ദിവസവും ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യാൻ വന്നത്. ഇനി പേഷ്യൻസിന് എന്തെങ്കിലും ECGയോ എക്കോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ മെഡിക്കൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നമ്മുടെ വാർഡ് അല്ലെങ്കിൽ ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ജോലികളാണ്. ഓക്കെ ആണോ പോയിന്റ്സ്? ആരാണ്? ജിൻഷയാണോ അവിടെ വർക്ക് ചെയ്തത്? ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ജിൻഷയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ജിൻഷയ്ക്ക് പറ്റും, അല്ലെ? അപ്പൊ ജിൻഷയുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ജിൻഷയായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയാവുന്നവരുമായിട്ട് നമ്മൾ ചോദിക്കുക, അല്ലെ? അതെപ്പോഴും നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരു വർക്ക് ചെയ്തവരാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ തമ്മിൽ ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, അങ്ങനെ വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ. വാർഡിലുള്ള പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറിന്റെ കുറച്ച് ജോലി കാര്യങ്ങൾ, ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയപ്പോ patient care executive is a professional who is specialized in helping people who are recovering from disease or disability. അപ്പൊ ഇവിടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആരാണ്? ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അത് ചോദിക്കാൻ നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ അത് വരാറുണ്ട്. ഇപ്പൊ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസീസ് എന്നതൊക്കെ റിക്കവർ ആയി വരുന്ന പീപ്പിൾസിനെ, ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷണൽ ആരാണ് എന്ന് ചോദിക്കാം. ആരാണത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാല. ചെറിയ ചെറിയ
വൺ വേർഡ് അങ്ങനെയുള്ളത് കുറവാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പൊ നോക്കി, ചെറിയ ചാപ്റ്ററുകൾ നിങ്ങൾ നോക്കേണ്ടത്, ചെറിയ ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറച്ച് ചാപ്റ്റേഴ്സിൽ കുറച്ച് പേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതൊരു ഭാഗവും നമ്മൾ വിടാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. കാരണം ആ ഭാഗത്ത് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആവാം. അപ്പൊ അതുകൊണ്ട് ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ചെറുതല്ലേ, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിട്ടുകളയരുത് കേട്ടോ. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. പഠിക്കുന്നുണ്ടോ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്തോ? റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായോ? എന്താണ് ആരും മിണ്ടാതിരിക്കുന്നത്? കേട്ടില്ലേ? ഓക്കെ, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവിഷൻ ഒക്കെ പോലെ വെക്കാം സമയം ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നമുക്ക് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ ഇൻ വാർഡ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആരാണ്? ഇസ് എ പ്രൊഫഷണൽ അല്ലെ, അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ്. എന്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽ ആണ്? ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹെൽപ്പിംഗ് പീപ്പിൾ, ആളുകളെ സഹായിക്കുക. എങ്ങനെയുള്ള വ്യക്തികളെയാണ്? ഹു ആർ റിക്കവറിംഗ് ഫ്രം ഡിസീസ് ഓർ ഡിസബിലിറ്റി, എന്തെങ്കിലും രോഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി വൈകല്യങ്ങളിൽ നിന്നോ ഒക്കെ മുക്തി നേടിയവർ അല്ലെങ്കിൽ ഭേദമായി വരുന്ന പേഷ്യൻസിനെ ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ആരെന്ന് പറയുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവുകൾ എന്ന് പറയുന്നത്. ഹി ഓർ ഷീ മോണിറ്റേഴ്സ് ദ പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്? എന്താണ് ഒരു വ്യക്തി അല്ലെ, ഒരു സ്ത്രീ ആവാം പുരുഷനാവാം അല്ലെ, അവരെന്താ മോണിറ്റർ ചെയ്യുന്നത്? എന്തൊക്കെയാ നിരീക്ഷിക്കുന്നത്? പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. അപ്പൊ പേഷ്യൻസിന് നമ്മുടെ ആ ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സേവനങ്ങള്, ആ സേവനങ്ങളുടെ ആ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, നല്ല ക്വാളിറ്റിയിലാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യും? നിരീക്ഷിക്കും. അതുപോലെ കമ്പയർസ് ഇറ്റ് ടു ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകൾ. നമ്മുടെ ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? അവരുടെ ഏജൻസി നൽകുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണോ ഇവർക്ക് കൊടുക്കുന്ന സേവനങ്ങളെല്ലാം നല്ല രീതിയിലുള്ള സേവനങ്ങളാണോ ഇവർക്ക് കൊടുക്കുന്നത്, ആ മാനദണ്ഡങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? ഇനി മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഇഫ് നെസസറി, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി, രോഗങ്ങളാലോ അല്ലെങ്കിൽ വൈകല്യങ്ങളിൽ നിന്നൊക്കെ ഭേദമായി വരുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ. അവരെന്താ ചെയ്യുന്നത്? ആ പേഷ്യൻസിനെ വാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ സേവനങ്ങളുടെയും പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. അത് ഗവൺമെന്റ് ഏജൻസീസ് പറയുന്ന മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിലൂടെ തന്നെയാണോ ഇവർക്ക് ഓരോ സർവീസും കൊടുക്കുന്നത്, നല്ല ക്വാളിറ്റിയിലും ഗുണമേന്മയിലുമുള്ള സേവനങ്ങളാണോ നൽകുന്നത്. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും ഇവര് ചെയ്യാവുന്നതാണ്. ഇനി അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് അതിലും പറയാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളോട് കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നുള്ളതൊന്നുമില്ല കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റി, ഒരു 6 ജോബ് റെസ്പോൺസിബിലിറ്റി അവരുടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ആരുടെ കാര്യം പറയുന്നത്? ഹോസ്പിറ്റലിലെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജറിന്റെയാണ് കേട്ടോ. ഇതിൽ നമ്മളിപ്പോ വേറെ ആരുടെ ഡ്യൂട്ടിയാ പഠിച്ചത്? ആരുടെയൊക്കെ ഡ്യൂട്ടി പഠിച്ചു? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി പഠിച്ചു കേട്ടോ. അപ്പൊ അത് മിക്സ് ആയി പോകരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നോക്കിയേ, ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ജോലി എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, എൻഷുവർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് അല്ലെങ്കിൽ ഫ്ലോർസ്. നിങ്ങൾ ഇതിനൊരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ പോയിട്ടില്ലേ? ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ, വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ പോയിട്ടില്ലേ? അവിടെ ഒരു ഫ്ലോർ മാനേജറെ കണ്ടിട്ടുണ്ടോ? ഫ്ലോർ മാനേജ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. അപ്പൊ അവരാണ് അവിടെയുള്ള ആ ഒരു ഫ്ലോറിലുള്ള എല്ലാ സ്റ്റാഫുകളെയും മാനേജ് ചെയ്ത് നിർത്തുന്നത്.
കണ്ടിട്ടില്ലേ? ഇങ്ങനെ വലിയ ഇച്ചിരി ഒന്ന് 2-3 നിലയ്ക്കുള്ള ഒരു ബിൽഡിങ്ങിലുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. തിരക്കുള്ള സമയത്തൊക്കെ പോയി അവരിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി ഇന്ന ആൾക്ക് വർക്കില്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് പോകൂ, അവിടെ നിന്ന് ഇപ്പുറത്ത് വന്ന് അവർക്ക് തീർത്തു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ വാർഡിനെയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ആ വാർഡിലുള്ള ഇപ്പൊ നേഴ്സസ് ആവാം അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളാവാം, അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവിടെ അവരുടെ പേഷ്യൻസിനോടുള്ള അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് നേതൃത്വം നൽകും. ഇവരത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ ഇവരുടെ നിർദ്ദേശപ്രകാരം ഇനി അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവരാണ് അത് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, എൻഷുവർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് അല്ലെങ്കിൽ ഫ്ലോറ്. വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറില് സ്റ്റാഫുകള് അവരുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസിപ്ലിൻ? എന്താണ് ഡിസിപ്ലിൻ? സ്കൂളുകളോട് നമ്മൾ പറയാറില്ലേ നല്ല ഡിസിപ്ലിനോടുകൂടിയുള്ള കുട്ടികളാണ് എന്നാണ് പറയാറില്ലേ? എന്താണ്? അച്ചടക്കം, അല്ലെ? അച്ചടക്കം. അപ്പൊ ഇവിടെ വാർഡുകളിലും അല്ലെങ്കിൽ ഫ്ലോറിലായിക്കോട്ടെ അവിടെ നമ്മുടെ ആ ഒരു സ്റ്റാഫുകൾ അല്ലെ, ഒത്തിരി സ്റ്റാഫ് ഉണ്ട് അല്ലെ, അപ്പൊ ആ സ്റ്റാഫുകളെല്ലാം വളരെ അച്ചടക്കത്തോടെയാണോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഈ ഫ്ലോർ മാനേജർ ഉറപ്പുവരുത്തണം. അപ്പൊ അവിടെ കുറച്ച് 4 പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് സ്റ്റാഫുകളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് തന്നെ ചെക്ക് നോയ്സ് ലെവൽ അല്ലെ. ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ ഇവിടെ ആ ഒരു വാർഡിൽ വന്നിട്ട് അവിടുത്തെ നഴ്സസോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളോ ഉറക്കെ ഒച്ചയെടുത്തോ കാര്യങ്ങളോ ഒക്കെ സംസാരിക്കാൻ പാടുണ്ടോ? മറ്റ് പേഷ്യൻസ് ആണ് അവിടെ കിടക്കുന്നത് അല്ലെ, അപ്പൊ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ? നമ്മുടെ വീടുകളിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ആ ഒരു വാർഡിൽ ചെന്ന് നമ്മൾ അവിടുത്തെ സ്റ്റാഫായി നിൽക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു നോയ്സ് ലെവല്, അവരുടെ ആ ഒരു ശബ്ദനില എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുക. അപ്പൊ ഒത്തിരി സൗണ്ട് ഇപ്പൊ നേഴ്സസ് ആണെങ്കിലും അവിടെ അവർക്ക് ഒച്ചയെടുത്തോ അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ഷൗട്ട് ചെയ്തോ ഒന്നുമല്ലല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. അവര് നമ്മളോട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിലാണ് സംസാരിക്കുക അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകളും ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫുകളും അവരുടെ ആ ഒരു നോയ്സ് ലെവല്, അവരുടെ ആ ഒരു ശബ്ദനില എങ്ങനെയാണെന്നുള്ളത് ആര് പരിശോധിക്കും? അത് നല്ല രീതിയിലാണോ അവർ മറ്റുള്ളവരോട് സൗണ്ടിലാണോ സംസാരിക്കുന്നത്, ഒച്ച കൂട്ടിയാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ആര് ഉറപ്പുവരുത്തുന്നുണ്ട് അവിടെ? ഈ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഫ്ലോർ മാനേജർ ആ പേഷ്യൻസിനോട് എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത് ഉറപ്പുവരുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എൻഷുവർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് കൃത്യസമയത്ത് ഇപ്പൊ അവരുടെ റൗണ്ട്സിന് ഡോക്ടേഴ്സ് വരണമല്ല, അപ്പൊ ആ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിട്ട് എല്ലാ ദിവസവും അവര് അവൈലബിൾ ആയിട്ട് ആ ഒരു റൗണ്ട്സിന് വേണ്ടിയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തും? ഈ ഫ്ലോർ മാനേജർ ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് എൻഷുവർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. അബ്രപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് കേട്ടോ. അപ്പൊ എൻഷുവർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. ഇപ്പൊ റൂമുകളിലാണെങ്കിൽ ഇപ്പൊ വാർഡിലാണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ രാത്രി ആണെങ്കിൽ കൂടുതൽ നമ്മൾ ആവശ്യം വരിക അല്ലെ. ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാല് നമുക്ക് നേഴ്സസിനെ വിളിക്കാനായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവില്ലേ? നമ്മളൊരു റെഡ് കളർ ലൈറ്റ് ഉള്ള ഒരു സ്വിച്ച് ഉണ്ടാവില്ലേ? നമുക്ക് പെട്ടെന്ന് നഴ്സസിനെ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അവരെ അറിയിക്കാനോ അല്ലെങ്കിൽ അവരെ റൂമിലേക്കോ വാർഡിലേക്കോ വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള നഴ്സിംഗ് കോളുകൾ അവർക്ക് വരികയാണെങ്കിൽ അതിനെ പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുക. അത് ആരും ഉറപ്പുവരുത്തണം? ഇപ്പൊ നേഴ്സ് ഇങ്ങനെ ഒരു കോള് വന്നു, അവരുടെ ഒരു ആവശ്യം അവിടെ ഉണ്ട് എന്നത് അറിയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ആ ഒരു ബട്ടൺ അമർത്തുന്നത് അല്ലെങ്കിൽ ആ സ്വിച്ച് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് നേഴ്സ് വിചാരിക്കുകയാണ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ പോവാമെന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. മറിച്ച് എന്താണ്, അവിടെ എപ്പോഴാണോ അവര് വിളിക്കുന്നത്, ആ ഒരു നേഴ്സ് കോൾ വരുന്നത് എപ്പോഴാണോ അതേ സമയം തന്നെ അതിനെ പെട്ടെന്ന് തന്നെ അതിനെ പ്രതികരിച്ച് ഉടനടി ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അല്ലെ. അത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. നെക്സ്റ്റ് മോണിറ്റേഴ്സ് സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. പേഷ്യൻസിനോടുള്ള ഈ സ്റ്റാഫുകളുടെ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നമ്മൾ അവരോട് പേഷ്യൻസിനോട് ആ നഴ്സസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളാണെങ്കിലും എങ്ങനെയാണ് നല്ല രീതിയിലാണ് പെരുമാറേണ്ടത് അല്ലെ അവരുടെ. അപ്പൊ അവരോടുള്ള പേഷ്യൻസിനോട് ഈ സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ശരിയായ
നല്ല രീതിയിലാണോ അവരോട് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഉറപ്പുവരുത്തേണ്ടതാണ്. അതാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് ആ ഒരു സ്റ്റാഫിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആ ഒരു നോയ്സ് ലെവല് വളരെ ഉച്ചത്തിലൊന്നും അവർക്ക് സംസാരിക്കാനായിട്ടുള്ള അനുവാദമില്ല. അവരൊരു മീഡിയം സൗണ്ടില് ആ പേഷ്യൻസിന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാതെ അവരോട് ഷൗട്ട് ചെയ്യാനോ അവരോട് മറ്റു മോശമായ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യാനോ ഒന്നും ആർക്കും അനുവാദം ഉണ്ടായിരിക്കില്ല. ഈ നഴ്സസിനോ മറ്റു സ്റ്റാഫുകൾക്കൊന്നും അനുവാദമില്ല. അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായ രീതിയിൽ അവരെ മോണിറ്റർ ചെയ്യാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ ഫ്ലോർ മാനേജർ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ പേഷ്യൻസിനോട് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല എന്ന് ആരും ഉറപ്പുവരുത്തേണ്ടതാണ്? ഇവര് ഫ്ലോർ മാനേജർ ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നത് പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റം, നമ്മുടെ ഹോസ്പിറ്റലിലെ എന്താണ് അവരുടെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ ആശുപത്രി വിവര സംവിധാനം അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ആശുപത്രിയിലെ വിവര സംവിധാനം. അപ്പൊ അവിടെ ഒരു 3 പോയിന്റ്സ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക. എന്തൊക്കെ ഡ്യൂട്ടിയാണ്? അതിൽ 3 പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി, മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. അതായത് ഒരു പുതിയ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് കൃത്യമായിട്ട് അത് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഉൾപ്പെടുത്തിയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത് പറയുന്നത് എൻഷുവേഴ്സ് ദാറ്റ് ഡിസ്ചാർജസ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം ഇൻ ദ സിസ്റ്റം. കൃത്യസമയത്ത് ഡിസ്ചാർജുള്ള ഒരു പേഷ്യന്റ് ഇത്ര ദിവസം കഴിഞ്ഞ് അവർക്ക് വേഗമായി അവരുടെ കോഴ്സോ ട്രീറ്റ്മെന്റ് ഷെഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആയെങ്കിൽ അവരെ കൃത്യമായിട്ട് അതേ സമയത്ത് എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്യണം അല്ലെ. അതും ഇതും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യാൻ പാടില്ല, അവിടെ പിടിച്ച് ആ വാർഡിൽ തന്നെ തുടർന്ന് കിടത്താൻ പാടില്ല. അങ്ങനെയുള്ള കൃത്യസമയത്ത് അവിടെ ഡിസ്ചാർജ് പോലെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൃത്യസമയത്ത് കംപ്ലീറ്റ് ആയി അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നുണ്ടോ, അത് ആ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തണം. ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പുതിയ അഡ്മിഷൻ വരുന്നുണ്ടെങ്കിലോ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലോ എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഈ ഫ്ലോർ മാനേജറാണ്. ലാസ്റ്റ് വൺ പറയുന്നത് റിസോൾവ്സ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡുമായി ബന്ധപ്പെട്ട് ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, പരിഹരിക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒരു പുതിയ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു അവരുടെ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഡിസ്ചാർജിങ് സമയമായിട്ടുണ്ട്, ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്ചാർജ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഡിസ്ചാർജ് സമയം അത് കറക്റ്റ് ടൈമിൽ ഡിസ്ചാർജ് ചെയ്തോ, ഇനി അതുപോലെ തന്നെ ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് പറഞ്ഞത് ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ പരിഹരിക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കി, എൻഷുവർ പേഷ്യൻസ് കെയർ. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ ഉറപ്പുവരുത്തുക. അതിൽ 3 പോയിന്റ്സ് പറയുന്നത് ഫസ്റ്റ് വൺ ആണ് അഡ്രസ് പേഷ്യൻസിന്റെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് പരിഹരിക്കുക. അപ്പൊ പേഷ്യൻസുമായിട്ട് ഇവർ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം. അപ്പൊ പേഷ്യൻസിന് ആ ഒരു സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവരോട് തുറന്നു പറഞ്ഞ് അതിൽ എന്ത് ചെയ്യുക, പരിഹാരങ്ങൾ കാണുക. നെക്സ്റ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ in case of any inquiries. പേഷ്യൻസ് എന്തെങ്കിലും പേഷ്യൻസോ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ എന്തെങ്കിലും ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫർദർ ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിന് മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നൽകുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയല്. അവരുടെ ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ റെക്കോർഡ് ഫയലുകളൊക്കെ കംപ്ലീറ്റ് ആണോ, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതാണ് തേർഡ് പോയിന്റ്. എൻഷുവർ പേഷ്യന്റ് കെയർ. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പരിചരണം എങ്ങനെയുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. നല്ല രീതിയിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് ഉള്ളിൽ വരുന്ന 3 പോയിന്റ്സ് എന്താ പറയുന്നത്, പേഷ്യൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, പേഷ്യൻസിനോ
അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ് പറഞ്ഞ എന്താണ്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡ് ഫയലുകൾ കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ രേഖപ്പെടുത്തി കംപ്ലീറ്റ് ആയിട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇത്രയും പോയിന്റ്സ്, നമ്മുടെ 3 പോയിന്റ്സ് എന്തിന്റെ പറഞ്ഞത്, ആരുടെയാണ് പറഞ്ഞത്, ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത്. 4th വൺ ആണ് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. ആ വാർഡിലുള്ള എല്ലാ സ്റ്റാഫുകളും എങ്ങനെയായിരിക്കണം അവരുടെ പെർഫോമൻസ്, അവർ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് അല്ലെ അതെന്താണ് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുപോലെ ഏകോപിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുക. അപ്പൊ കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്, വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളും ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതിലൂടെ എല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. നെക്സ്റ്റ്, ഫീഡ്ബാക്ക് ടു ചെയർമാൻ ഓർ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്. ഇനി ഇവരായിരിക്കണം ആർക്ക്, ചെയർമാൻ അല്ലെങ്കിൽ ഒരു HOD ഉണ്ടാവുമല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെഡ് ആയിട്ടിരിക്കുന്ന ആ HODക്ക് അല്ലെങ്കിൽ ചെയർമാനോട് ഈ വിവരങ്ങൾ അറിയിക്കുക. എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഈ വാർഡുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി, അവിടുത്തെ ആ ഒരു ഗുണനിലവാരത്തിന്റെ ആ ഒരു മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരികയാണെങ്കിൽ, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയർമാനോട് അല്ലെങ്കിൽ HODയോട് ഇൻഫോം ചെയ്യേണ്ടത് ഈ ഫ്ലോർ മാനേജറാണ്. ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ് സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറീസ്. വാർഡ് സെക്രട്ടറി ഓരോ റെസ്പെക്റ്റീവ് ഫ്ലോറിലും നമ്മൾ വാർഡിന് വേണ്ടിയിട്ട് സെക്രട്ടറി, വാർഡ് സെക്രട്ടറിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ ഡ്യൂട്ടിയും കാര്യങ്ങളും. അപ്പൊ വാർഡ് സെക്രട്ടറികൾ ഉണ്ടാവും, അവരുടെ ഡ്യൂട്ടിയൊക്കെ എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക. ആരെ സൂപ്പർവൈസ് ചെയ്യുന്നത്, ഫ്ലോർ മാനേജർ. എൻഷുവർ ദാറ്റ് ദ വാർഡ് സെക്രട്ടറീസ് ആർ പ്ലേസിംഗ് ഡോക്ടർ വിസിറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഡോക്ടേഴ്സ് വിസിറ്റിന് വരുന്ന സമയത്ത് അത് രേഖപ്പെടുത്തുക. അതുപോലെ എക്കോ ചെയ്യുന്നുണ്ടെങ്കിലോ പേഷ്യൻസിന് ECG പോലുള്ള മറ്റെന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലോ, അതുപോലെ ഡോക്ടേഴ്സ് വിസിറ്റിന് വരുന്ന കാര്യങ്ങളെല്ലാം ആ വാർഡ് സെക്രട്ടറി കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഇത് ഫ്ലോർ മാനേജർ ചെയ്യേണ്ടതായിട്ടുള്ള 6 ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? അത് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ അതില്? ഓക്കെ, അപ്പൊ ഞാൻ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് അതിലുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി ഇത്ര എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നാളെ ഫ്രൈഡേ അല്ലേ, നാളെ ഉണ്ടാവും നമ്മുടെ പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ നാളെ വരുമ്പോഴേക്കും അത് വായിച്ചിട്ട് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും നമുക്ക് ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.